കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പരമല സെമിനാരിയുടെ മാനേജരെ, പ്രിയപ്പെട്ട പോളറമ്പാച്ചൻ, പ്രിയപ്പെട്ട മാത്തുക്കുട്ടിയച്ചൻ, കർത്താവിൽ പ്രിയരെ, ആമുഖവാക്കുകളൊന്നുമില്ലാതെ ഞാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ വേദഭാഗം യേശു കനാന്യ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്ത ഒരു സംഭവമാണ്. സമവീക്ഷണ സുവിശേഷത്തിലെ മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുമാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയും, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുമാണ് ഇതിൻ്റെ വിവരണം. തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി ഈ സ്ത്രീ യേശുവിനെ സമീപിക്കുകയാണ്. അനവധി വൈദ്യന്മാരെ കണ്ടു കാണണം, ധാരാളം പണം ചെലവഴിച്ച് കാണണം. അങ്ങനെ ഇരിക്കെയാണ് അവൾ യേശുവിനെ പറ്റി കേൾക്കുന്നത്. എന്തായിരിക്കും യേശുവിനെ പറ്റി കേട്ടത്? രോഗികളെ സൗഖ്യമാക്കുന്ന, കുഷ്ഠരോഗികളെ ശുദ്ധനാക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, പാപികളെ വിമലീകരിക്കുന്ന സാന്ത്വന വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്വാന്തനിപ്പിക്കുന്ന ക്രിസ്തുവിനെ പറ്റി അവൾ കേൾക്കുകയാണ്. അങ്ങനെ കേട്ടിട്ടാണ് കൃത്യമായി യേശുവിനെ മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കലേക്ക് ഈ സ്ത്രീ വരികയാണ്. തികഞ്ഞ ബോധ്യമാണ് ക്രിസ്തുവിനെ പറ്റി അവൾക്കുണ്ടായിരുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നവൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥന തന്നെ അവൾ നടത്തുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു വലിയ പ്രാർത്ഥന അവൾ നടത്തുകയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഈ സംഭവം മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിലും മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിലും ഈ സംഭവത്തിൻ്റെ ആ അധ്യായങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് യേശുവും പരീശന്മാരും ശാസ്ത്രിമാരും തമ്മിലുള്ള ഒരു തർക്കവിഷയം ആരംഭിച്ചുകൊണ്ടാണ്. ആ തർക്കവിഷയമെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ശുദ്ധ അശുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നൊരു പരാതി പറയുകയാണ്. നിൻ്റെ ശിഷ്യന്മാരെ പൂർവികരുടെ മര്യാദകൾ ലംഘിക്കുന്നു, അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. പൂർവികരുടെ മര്യാദകളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ അടുക്കൽ പരാതിയുമായി ഇവർ വരികയാണ്. പക്ഷേ അതിന് തുടർച്ചയായിട്ട് ക്രിസ്തു മറുചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. യേശു അവിടെ പറയുന്നത്, നിങ്ങൾ ആന്തരിക വിശുദ്ധിയുള്ളവരായിരിക്കണം ഭാഗ്യവിശുദ്ധിയുള്ളവരേക്കാൾ. യൂതജനത ഭാഗ്യവിശുദ്ധികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, ആന്തരിക വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തില്ല. അതിന് പിന്തുടർച്ചയായിട്ടാണ് ഈ സംഭവം രണ്ടുപേരും വിവരിക്കുന്നത്. അതിനൊരു കാരണം കാണണം. കാരണം ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു ഈ കനാന്യ സ്ത്രീയോട് പറയുന്നത്. അതായത് കാണാതെ പോയ ഇസ്രായേൽ ജനം യേശുവിനെ അംഗീകരിക്കുവാനോ യേശു പറയുന്നത് മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ കണ്ടോ, നിരന്തരമായ നിരാസങ്ങൾ ഞാൻ നടത്തിയിട്ടും ഈ വിജാതീയ സ്ത്രീയായ ഈ സ്ത്രീ ദൃഢനിശ്ചയത്തോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും തന്നെ സമീപിക്കുകയും മക്കൾക്ക് ലഭിക്കേണ്ടിയ അപ്പം നേടിയെടുക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ കണ്ടോ എന്ന് യേശു പറയാൻ വേണ്ടിയാണ്. അത് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്കെന്നിൽ വലിയ വിശ്വാസമില്ല. ഞാൻ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടി നിരവധി നിരാസങ്ങൾ ഈ സ്ത്രീയുടെ അടുക്കൽ നടത്തിയെങ്കിലും അതൊന്നും വകവെക്കാതെ ഈ സ്ത്രീ വന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുകയാണ്. യഥാർത്ഥത്തിൽ ഈ മത്തായിയുടെ സുവിശേഷത്തിലാണ്
അല്പം കൂടി വിശദമായിട്ട് ഈ സംഭവം വിവരിക്കുന്നത്. അവിടെ വിവരിക്കുമ്പോൾ ഈ സ്ത്രീ 3 പ്രാവശ്യമെങ്കിലും യേശുവിൻ്റെ അടുക്കൽ ആപ്ലിക്കേഷനുമായിട്ട് ചെല്ലുന്നുണ്ട്. 2 പ്രാവശ്യം ഈ സ്ത്രീ നേരിട്ടും 1 പ്രാവശ്യം ശിഷ്യന്മാരുമാണ് ചെല്ലുന്നത്. ആദ്യത്തെ പ്രാവശ്യം അവളുടെ പ്രാർത്ഥന എന്തായിരുന്നു? അതൊരു പ്രാർത്ഥനയാണ്, നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. യേശു മറുപടി വല്ലതും കൊടുത്തോ? അവിടെ പറയുന്നത് യേശു ഒരു വാക്കുപോലും മറുപടി കൊടുത്തില്ലെന്നാണ്. അവളുടെ പ്രാർത്ഥനയെ യേശു ഗൗനിച്ചേയില്ല. എന്നാൽ വീണ്ടും അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോയെന്നാണ് പറയുന്നത്. അവളുടെ പ്രാർത്ഥന നിലവിളിയായി മാറി. അവൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. അതുകൊണ്ട് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ പോയി. ആ നിലവിളി കേട്ടിട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഇവളെ പറഞ്ഞയക്കണം. ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പുറകെ വരുന്ന കണ്ടില്ലേ, ഈ സ്ത്രീയെ ഒന്ന് പറഞ്ഞയക്കണം. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. വീണ്ടും ഈ സ്ത്രീ മുന്നോട്ട് വരികയാണ്. പിന്നീട് ഈ സ്ത്രീ മുന്നോട്ട് വന്നിട്ട് എന്താ പറഞ്ഞത്? കർത്താവേ, എന്നെ സഹായിക്കണമേ. അപ്പോൾ യേശു വീണ്ടും അവളെ നിരാശപ്പെടുത്തുന്ന വാക്കുകളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല. നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തിയിട്ടും അതൊന്നും തന്നെ യേശു ശ്രദ്ധിക്കുന്നേയില്ല. നമ്മളൊക്കെ പ്രാർത്ഥനകൾ നടത്തും, പലപ്പോഴും ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കാതിരിക്കുമോ? ദൈവം ഒരിക്കലും നമ്മുടെ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നടത്തുന്ന പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ദൈവം സ്വീകരിച്ചിരിക്കും. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് 3 തരത്തിലുള്ള മറുപടി കിട്ടുമെന്നാണ് പറയുന്നത്. യെസ്, നോ ആൻഡ് വെയിറ്റ്. ചില പ്രാർത്ഥനകൾക്ക് ദൈവം യേസ് എന്ന് മറുപടി തരും. മറ്റു ചില പ്രാർത്ഥനകൾക്ക് നോ എന്നാണ് മറുപടി. ചില പ്രാർത്ഥനകൾക്ക് ക്ഷമയോട് കാത്തിരിക്കാൻ പറയും. യഥാർത്ഥത്തിൽ ഈ സ്ത്രീയോട് യേശു പറയുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഉടനടി ലഭിക്കണമെന്നില്ല. അപ്പോൾ അവളുടെ പ്രാർത്ഥന യേശു ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഡിലേ നല്ലതാണ്. ഡിലേ ബ്രിങ്സ് ഡബിൾ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത്. താമസം ഇരട്ടി അനുഗ്രഹങ്ങൾക്ക് കാരണമാണ്. ദൈവം ഒരനുഗ്രഹം തരാൻ താമസിച്ചാൽ തരുമ്പോൾ വലിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. ഡിലേ ബ്രിങ്സ് ഡബിൾ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ വിചിത്രമായിരിക്കും. പക്ഷേ ആത്യന്തികമായി അതെപ്പോഴും നമുക്ക് ഗുണകരമായിരിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾ ആകുലപ്പെട്ടേക്കാം. പക്ഷെ ദൈവം എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും വിചിത്രങ്ങളാണ്. പക്ഷെ അത് ആത്യന്തികമായി നമുക്ക് ഗുണകരമായിരിക്കും. ഒരു യോദ്ധാവ് മറ്റൊരു യോദ്ധാവിനോട് പറഞ്ഞു, നമുക്ക് മലമുകളിലേക്ക് പോകാം, ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് അയാൾ പറഞ്ഞു, ദൈവം എപ്പോഴും ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ദൈവം അനുഗ്രഹങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ മറ്റേ യോദ്ധാവ് പറഞ്ഞു, എൻ്റെ വിശ്വാസം തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ അവർ മലമുകളിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ഇരുട്ടിൽ ഒരശരീരി കേട്ടു, കുതിരയിൽ പുറത്ത് കയറൂ, പോകുന്ന പോക്കിൽ മലമുകളിൽ നിന്ന് കല്ലുകളുടെ വാരിക്കോളാൻ പറഞ്ഞു. അപ്പം വീണ്ടും ആദ്യത്തെ യോദ്ധാവ് പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഓരോ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരം വഹിക്കുവാനോ നമ്മുടെ ഭാരം കുറയ്ക്കുവാനോ ഒന്നും ദൈവം ചെയ്തു തരുന്നില്ല. വീണ്ടും ഭാരം വാരിക്കൊണ്ട് പോകാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. എന്നാൽ വിശ്വാസിയായ യോദ്ധാവ് താഴോട്ട് പോരുന്ന കൂട്ടത്തിൽ കുറേ കല്ലുകളുടെ വാരിക്കൊണ്ടാണ് പോരുന്നത്.
അവർ താഴ്വാരത്തിലെത്തിയപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. വിശ്വാസിയായ യോദ്ധാവിൻ്റെ കയ്യിലിരുന്ന കല്ലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. അത് വൈരക്കല്ലുകളായിരുന്നു. ദൈവം പറയുന്നതിനെ പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ദൈവം വിചിത്രമായ വഴികളിൽ കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതനുസരിക്കുമ്പോഴാണ് വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ഇത് പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. വിചിത്രമായ രീതിയിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവം പറയുന്നതിനെ കേൾക്കുമ്പോഴാണ് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഡിലേ ബ്രിങ്സ് ഡബിൾ ബ്ലെസ്സിങ്സ് ആണ്. ദൈവത്തിൻ്റെ പദ്ധതികളെയോ ദൈവത്തിൻ്റെ വഴികളെയോ നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല. സങ്കീർത്തനക്കാരനും ഇതേപോലെ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 13-ാം സങ്കീർത്തനം വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. അവിടെ 4 പ്രാവശ്യമാണ് അദ്ദേഹം ദൈവത്തോട് ആവുലാതി പറയുന്നത്. എന്താ പറഞ്ഞത്? യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. അങ്ങനെ 4 പ്രാവശ്യമാണ് അദ്ദേഹം എത്രത്തോളം എന്ന വാക്കുപയോഗിക്കുന്നത്. എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് ദുഃഖമനുഭവിക്കേണ്ടി വരും. സങ്കടമാണ് സങ്കീർത്തനക്കാരന്. വീണ്ടും പറയാണ്, എത്രത്തോളം ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. നിരാശയും പരിഭ്രമവും ബാധിച്ച ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ആവലാതി പറയുകയാണ്. ഇത് സങ്കീർത്തനക്കാരൻ മാത്രമല്ല, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹവും ചില ആവലാതികൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ആവലാതി എന്താ? യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം. ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങനെ തോന്നുകയാണ്. ഞാൻ എത്രത്തോളം നിന്നോട് അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ പ്രവാചകൻ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മറുപടി കിട്ടി. അതുകൊണ്ട് ക്ഷമയോട് കാത്തിരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് മറുപടികൾ തരുന്നത്. നമ്മുടെ സങ്കടത്തിൽ നമ്മൾ നിലവിളിക്കും. ഈ ക്നാനായക്കാരി സ്ത്രീ തൻ്റെ സങ്കടത്തിൽ യേശുവിനോട് നിലവിളിക്കുകയാണ്. യേശു അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിന് കാരണങ്ങളുണ്ട്. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പരാതി പറയുകയാണ്. നീ എന്താ നിൻ്റെ മുഖം എനിക്ക് മറച്ചു കളയുന്നത് എന്ന് ചോദിച്ച്. പലപ്പോഴും നമുക്കും തോന്നാറുണ്ട് അങ്ങനെ. ദൈവം നമ്മളെ കൈവിട്ടോ? ദൈവം എന്തുകൊണ്ടെന്ന് മുഖം മറയ്ക്കുന്നു? ശത്രുക്കൾ എൻ്റെ മേൽ എന്താണ് ഇത്ര ഉയർന്നിരിക്കാൻ കാരണം? പക്ഷെങ്കിൽ ഈ സങ്കീർത്തനക്കാരന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിവെന്താണ്? അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ദൈവമേ എന്നാണ്. അദ്ദേഹം പറയുക എൻ്റെ ദൈവം. ദൈവത്തോട് അത്ര പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഈ സങ്കീർത്തനക്കാരൻ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവം, എൻ്റെ ദൈവമേ എന്ന് വിളിക്കത്തക്കമുള്ള അത്ര അടുപ്പം ഈ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണം, അത്ര അടുപ്പമുള്ളപ്പോൾ പോലും ചില സങ്കടങ്ങൾ ആ മനുഷ്യനുണ്ടായി. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഏറ്റവും അടുപ്പമുള്ളവരായിരിക്കും. ഏറ്റവും അടുപ്പമുള്ളവരോ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന ചില വാക്കുകളോ നമുക്ക് കൂടുതൽ വേദന ഉണ്ടാകത്തുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് വീണ്ടും ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തി. 3 പ്രാർത്ഥന അദ്ദേഹം നടത്തി. കൊച്ചു സങ്കീർത്തനം, പക്ഷെ അതിനകത്ത് 3 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണ്? എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. നമുക്കൊക്കെ ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്, ദൈവത്തോട് ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ ഒന്ന് കടാക്ഷിക്കണം, നീ എനിക്ക് ഉത്തരമരുളണം. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ നിന്നോട് ചോദിച്ചല്ലോ, അതിനൊരു മറുപടി കിട്ടണം, നീ എനിക്കൊന്ന് ഉത്തരമരുളണം. വീണ്ടും പറയുകയാണ്, എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിച്ചു തരണം. 3 പ്രാർത്ഥന. എന്താണ്? എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ, എൻ്റെ കണ്ണുകളെയൊക്കെ ഒന്ന് നീ പ്രകാശിപ്പിച്ചു തരണമേ. കാരണം നേരായ പാതയിൽ നടക്കുവാനും പ്രതിസന്ധികളിൽ തകരാതെ പോകുവാനും തക്കവണ്ണം എൻ്റെ കണ്ണുകളെയൊക്കെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ആവലാതി പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധി ചില പ്രാർത്ഥനകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നിരാശനായിരുന്ന മനുഷ്യൻ സന്തോഷത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. സങ്കീർത്തനത്തിൻ്റെ അവസാനം നിരാശയിൽ വീണുപോയ ഈ സങ്കീർത്തനക്കാരൻ സന്തോഷത്തിലേക്കും
സംതൃപ്തിയില്ലായിരുന്ന ഈ സങ്കീർത്തനക്കാരൻ സ്തോത്രത്തിലേക്കും വഴിമാറപ്പെടുകയാണ്. ഒരാത്മീകമായ ഒരാന്തരികമായ ചൈതന്യം ഈ സങ്കീർത്തനക്കാരന് ലഭിക്കുകയാണ്. ക്നാനായക്കാരി നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തിയിട്ടും ആ പ്രാർത്ഥനയൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പലപ്പോഴും നമുക്കും അങ്ങനെ തോന്നാം. ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പറയുന്നത് 45:3, ഈ മറച്ചു വെച്ചിരിക്കുന്ന നിധികളാണ് ദൈവം തരുന്നത്. ജീവിതം ഒരു പിരിയൻ ഗോവണിയാണെന്ന് പറയും. നമ്മൾ കയറിപ്പോയാൽ അടുത്ത് വരുന്ന മേഖല എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പിരിയൻ ഗോവണിയുടെ ഒരു പ്രത്യേകത, കയറി ചെന്നാൽ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതുപോലെ ദൈവം തരുന്ന വഴികളെ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇവിടെ പറയുന്ന നോക്കിക്കുകയും അവൻ എവിടുന്ന് അനുഗ്രഹം എടുത്ത് തരുന്നെന്ന് നോക്കിക്കുകയും, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയും തരും. ഇരുട്ടിൽ നിക്ഷേപങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കഥയ്ക്കാത്തതുപോലെ ദൈവം പറഞ്ഞപ്പോൾ ഇരുട്ടായതുകൊണ്ട് ആ യോദ്ധാവിന് മനസ്സിലായില്ല വില കൂടിയ രത്നങ്ങളാണ് അവിടെ കിടന്നത് എന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, അത് കേട്ടില്ല. ദൈവം നമുക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധിയെയുമാണ് തരുന്നത്. പക്ഷെ അത് മറച്ചു വച്ചിരിക്കുകയാണ്. ആ മറച്ചു വച്ചിരിക്കുന്നത് ദൈവം തരും വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ. അപ്പം ജീവിതത്തിൽ ദൈവം തരുന്ന ചില ദുരന്തങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ട്. ദൈവം തരുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഒന്നും ദൈവം കൊടുക്കുന്ന ശിക്ഷകളല്ല. നമുക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടായാൽ അതൊരു ശിക്ഷയാണെന്ന് നമ്മൾ ധരിക്കണ്ട. പിന്നെ എന്താണ്? അതൊരു വെല്ലുവിളിയാണ്. ദൈവം നമുക്ക് തരുന്ന വെല്ലുവിളികളാണ്. അല്ലെ, അല്പം കാലതാമസം വരുത്തുന്നതും ഒരു വെല്ലുവിളിയുടെ ഭാഗമായിരിക്കും അല്ലേ. ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്താം. ജിയോവനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. കുട്ടിക്കാലം മുതൽ ഈ മനുഷ്യൻ്റെ ആഗ്രഹം മാർപ്പാപ്പായുടെ പല്ലക്ക് വഹിക്കുന്ന നോബിൾ ഗാർഡുമാരിൽ ഒരാളാകാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. പരീക്ഷയിൽ പ്രവേശിച്ചു. ഒരിക്കൽ മാത്രമേ ആ പരീക്ഷ ഉണ്ടാകൂ. ഒരു പ്രാവശ്യം മാത്രമേ ആ പരീക്ഷ എഴുതാൻ ഒക്കുകയുള്ളൂ. ആ പരീക്ഷ അയാൾ എഴുതി, പക്ഷെ തോറ്റുപോയി. ശ്രദ്ധിച്ചേ, വലിയ ആഗ്രഹമായിരുന്നു, നിരന്തരമായി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തി. പക്ഷെ ആ പരീക്ഷയിൽ ഈ ചെറുപ്പക്കാരൻ തോറ്റുപോയി. വലിയ നിരാശയിലേക്ക് വീണുപോയി ഈ ചെറുപ്പക്കാരൻ. ജീവിതം എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആ മനുഷ്യൻ തോന്നിക്കാണും. ആഗ്രഹങ്ങളൊന്നും സബലീകരിക്കുന്നില്ല, കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ വീട്ടിൽ പോയി, വീടിന് പുറത്തിറങ്ങാതെ ദുഃഖിതനായി വീട്ടിൽ കഴിയുകയാണ്, നിരാശനായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ നിരാശനായി ഇരിക്കാതെ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദുഃഖങ്ങൾ വരുമ്പം മക്കളോട് പറയുമോ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ? അത് അല്ല, നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാനാണോ ശ്രദ്ധിക്കുന്നത്? അമ്മ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കൂ, നിന്റെ സങ്കടങ്ങളൊക്കെ അവിടെ ചെന്നൊന്ന് പറയൂ. അമ്മയുടെ നിർബന്ധം കൊണ്ട് ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു ദീർഘസമയം. അല്ലേ, ഈ പള്ളിയിൽ വന്ന് നിങ്ങളുടെ സങ്കടവും വേദനകളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അങ്ങനെ പോയ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതിൻ്റെ ഇടയ്ക്ക്. അല്ലേ, ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ ഷീലോവിലെ ആരാധനാലയത്തിൽ പോയി തകർന്ന മനസ്സുമായി ആ സ്ത്രീ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഏലി എന്ന് പറഞ്ഞ പുരോഹിതൻ അവളെ വിമർശിച്ചു, അവളുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട്. പക്ഷെ അവൾ സത്യം പറഞ്ഞപ്പോൾ ഏലിക്ക് മനസ്സിലായി. പക്ഷെ അവൾ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ പറ്റി ഒരു പ്രത്യേകത വാക്യം അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? ഷീലോവിലെ ദേവാലയത്തിൽ ചെന്ന് തൻ്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് തിരിച്ചു പോയപ്പോൾ അവളെ പറ്റി ആ വേദഭാഗം വിശേഷിപ്പിക്കുന്നത്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. ശ്രദ്ധിച്ച്, സങ്കടങ്ങളൊക്കെ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഈ ചെറുപ്പക്കാരനും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതനെ കണ്ടു.
പുരോഹിതനോടും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. സങ്കടങ്ങളൊക്കെ പുരോഹിതനോട് പറഞ്ഞപ്പോൾ പുരോഹിതൻ അവനോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്രകാരമാണ്. അത് അവനെ വലുതായിട്ട് സ്വാധീനിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്: നീ മാർപ്പാപ്പായെ വഹിക്കാനുള്ള പല്ലക്ക് ചുമക്കാൻ ആഗ്രഹിച്ചു. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. നീ വൈദികനായി ക്രിസ്തുവിനെ തന്നെ കൈകളിൽ എടുത്താൽ എന്താ? ഈ ചെറുപ്പക്കാരനൊരു തീരുമാനം എടുത്തു. സെമിനാരിയിൽ പോയി വൈദികനായി. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാപ്പൊലീത്തയായി മാറി. 48-ാമത്തെ വയസ്സിൽ കർദിനാളായി. 54-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായി മാറി. ശ്രദ്ധിച്ചേ, മാർപ്പാപ്പായുടെ പല്ലക്ക് വഹിക്കാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ, ദൈവം അദ്ദേഹത്തിനെ പരീക്ഷയിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് നിരാശനായിരുന്ന ചെറുപ്പക്കാരൻ, വലിയ സങ്കടത്തിലായിരുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് മാർപ്പാപ്പയാകാൻ മാറി. ദൈവം പൂ ചോദിച്ചാൽ പൂന്തോട്ടമാണ് തരുന്നത്. സങ്കടങ്ങളുമായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു പൂ ചോദിച്ചുകൊണ്ട് ചെന്നാൽ പൂന്തോട്ടമായിരിക്കും തരുന്നത്. അന്ന് പരീക്ഷയിൽ ജയിച്ചിരുന്നെങ്കിലോ? അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ നിരസിക്കപ്പെട്ടാൽ, നമ്മൾ തകർക്കപ്പെട്ടാൽ, റിജക്ഷൻ ഈസ് എ റീഡയറക്ഷൻ ടു സംതിങ് ബെറ്റർ. എല്ലാ റിജക്ഷനും ഒരു റീഡയറക്ഷനാണ്. നമ്മളെ ആരെങ്കിലും നിരസിച്ചെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദൈവം നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് വഴിതിരിഞ്ഞു പോകണമെന്നാണ്, ഒരു റീഡയറക്ഷൻ ഉണ്ടാകണമെന്നാണ്. ദൈവം പലപ്പോഴും നമ്മളെ നിരസിച്ചെന്ന് നമുക്ക് തോന്നിയേക്കാം. ദൈവം മാത്രമല്ല, ചിലപ്പോൾ ദൈവം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളെ നിരസിക്കാം. എന്നാൽ മനുഷ്യൻ ചിലപ്പോൾ നമ്മളെ നിരസിക്കും. ഇല്ലേ? ദാവീദിനെ ശ്രദ്ധിച്ചു. യിശയ്യായുടെ ഇളയപുത്രനായ ദാവീദ്, ശൗലിനെ രാജസ്ഥാനത്തു നിന്നും നീക്കാൻ യഹോവ തീരുമാനിച്ചു. യിശയ്യായുടെ മക്കളിൽ ഒരാളെയാണ് രാജാവാക്കാൻ യഹോവ തീരുമാനിക്കുന്നത്. അതാരാന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പെട്ടെന്ന് ശമൂവേൽ യിശയ്യായുടെ അടുക്ക വന്ന് പറഞ്ഞു, നിന്റെ മക്കളെയൊക്കെ വിളിച്ച് നിരത്തി നിർത്താൻ പറഞ്ഞു. മക്കളെ നിരത്തി നിർത്തിയപ്പം ദാവീദിനെ മാത്രം വിളിച്ച് നിർത്തിയില്ല യിശയ്യായിക്ക് അറിയാം ഇവനെ കൊണ്ട് കൊള്ളത്തില്ല, ഇവനെ ആട്ടിടയനായിട്ട് മാത്രമേ ഇവനെ കൊള്ളത്തുള്ളൂ, എല്ലാ ആടിനെയൊക്കെ മേയിച്ച് ഇവൻ ഉപജീവനം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ദാവീദിനെ മാത്രം വിളിച്ചു നിർത്തിയില്ല. ബാക്കി എല്ലാവരും യോദ്ധാക്കളായിരുന്നു, വിളിച്ചു നിർത്തി. പക്ഷേ ശമൂവേലിന് അവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം യഹോവയുടെ തീരുമാനമാണ്. തൻ്റെ ജ്യേഷ്ഠന്മാർക്കും ഈ ദാവീദിനെ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദൈവം അവർ നിരസിച്ചവരെ, അപ്പനും ജ്യേഷ്ഠന്മാരും വേണ്ട എന്ന് പറഞ്ഞ ആളിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പലരും നമ്മളെ നിരസിച്ചേക്കാം, നമ്മളെ റിജക്റ്റ് ചെയ്തേക്കാം. പക്ഷെ ദൈവം കൂടെയുണ്ടെങ്കിൽ ആരൊക്കെ നിരസിച്ചാലും, ആരൊക്കെ തകർത്തു കളയാൻ ശ്രമിച്ചാലും നമുക്ക് കയറി വരാൻ സാധിക്കും. അപ്പൊ ഈ സ്ത്രീയെ തന്നെ ശ്രദ്ധിച്ചു. ഈ സ്ത്രീ പരീക്ഷയ്ക്ക് ജയിച്ചെന്നാണ് പറയുന്നത്. ഈ കനാനായ സ്ത്രീ പരീക്ഷയിൽ ജയിച്ചെന്നാണ് പറയുന്നത്. ഒരു പ്രശസ്തനായ ഒരാൾ പറയുന്നത് പരീക്ഷയിൽ ജയിച്ചു. എന്താ പരീക്ഷ? ദൈവം ഒരു പരീക്ഷ നമുക്ക് കൊടുത്തു. അതുകൊണ്ടാണ് നിരന്തരമായ നിരാസങ്ങൾ കൊടുത്തത്. നിരന്തരമായ നിരാസങ്ങൾ കൊടുത്ത ആ പരീക്ഷയിൽ ഈ സ്ത്രീയെ ദൈവം ജയിപ്പിച്ചു. നമുക്കൊക്കെ ദൈവം ചില പരീക്ഷണങ്ങൾ തരും. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, വിജാതീയ സ്ത്രീ എന്നുള്ള നിലയിൽ, അശുദ്ധാത്മാവ് ബാധിക്കപ്പെട്ട ഒരു മകളുടെ അമ്മ എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ടവളായിരുന്നു. എല്ലാ തരത്തിലും ഉപേക്ഷിക്കപ്പെട്ടവളും അവഗണിക്കപ്പെട്ടവളും പാർശ്വവൽക്കരിക്കപ്പെട്ടവളുമായിരുന്ന ഈ സ്ത്രീയാണ്. പക്ഷെ അവൾക്ക് തൻ്റെ മകളോട് അഗാധമായ സ്നേഹമായിരുന്നു. അതിൻ്റെ തെളിവെന്താണ്? അവൾ യേശുവിനോട് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മകളെ സൗഖ്യമാക്കണമെന്നല്ല അവൾ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? എന്നോട് കരുണ തോന്നണമെന്നാണ്. അല്ലെ എന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെ യേശുവിൻ്റെ അടുക്കച്ചെന്ന് പറയുകയല്ലായിരുന്നു എൻ്റെ മകളോട് കരുണ തോന്നണമെന്ന്. മകൾക്കാണ് അസുഖം. പക്ഷെ മകളുടെ അസുഖം തൻ്റെ അസുഖമായി, തൻ്റെ ബുദ്ധിമുട്ടായി അവൾ യേശുവിൻ്റെ അടുക്കൽ അവതരിപ്പിക്കുകയാണ്.
നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബുദ്ധിമുട്ടുകളായി ഏറ്റെടുക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഈ സ്ത്രീക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ എന്നൊരു പ്രാർത്ഥന അവിടെ നടത്തുന്നത്. അതുകൊണ്ട് പലപ്പോഴും പരീക്ഷണങ്ങളും ടെസ്റ്റുകളുമൊക്കെ നമുക്കുണ്ട്. ഫെയ്ത്തിനെ പറ്റി പറയുന്നത് ഫെയ്ത്ത് ഹാസ് എ ടെസ്റ്റ്. വിശ്വാസമെന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഈ സ്ത്രീ വിജയിച്ചെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷണങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. ദൈവം ഉടനടി ചിലപ്പോൾ ഒരു അനുഗ്രഹം തരാതിരിക്കും. അത് നമ്മളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ആ പരിശോധനയിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പം. ലോറൻസ് വെൽക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന് തൻ്റെ യൗവനകാലം ആരംഭിച്ചപ്പോൾ മാരകമായ ഒരു രോഗം പിടിപെടുകയാണ്. ദീർഘകാലം ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നെങ്കിൽ പോലും വീടിന് പുറത്തേക്ക് വർഷത്തേക്ക് ഇറങ്ങാനൊത്തില്ല. അതൊക്കെ വലിയ സങ്കടമായിപ്പോയി. പക്ഷെ സമയം കളയുവാൻ വേണ്ടി അദ്ദേഹം അർക്കേഡിയൻ എന്ന് പറയുന്ന സംഗീത ഉപകരണം വായിക്കാൻ തുടങ്ങി. വായിച്ച് അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനായി മാറി. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദൈവം ഇങ്ങനെ ഒരു രോഗം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണ ഒരു കർഷകനായി പോയേനെ. ദൈവം ചില ഒരു പ്രതിസന്ധി, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രതിസന്ധിയും തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വലിയൊരു സംഗീതജ്ഞനാകാൻ കഴിഞ്ഞത്. അപ്പോൾ ദൈവം ചില സങ്കടങ്ങളും ബുദ്ധികെട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ഒരു റീഡയറക്ഷന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു പരീക്ഷണമാണ്. ചില വെല്ലുവിളികളാണ് ദൈവം തരുന്നത്. ചില ദുരന്തങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? പക്ഷെ യേശുവിനെ പറ്റി ഞാൻ പറയട്ടെ, ഈ സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് യേശു. അല്പം നമ്മളെ പരീക്ഷണത്തിന് വിധേയരാക്കിയാലും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ, ക്രിസ്തു പോലും തനിക്ക് കൂട്ടുവേണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവം മറുപടി കൊടുത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ മറുപടി കൊടുത്തില്ലെങ്കിലും ദൈവം മാലാഖയെ കൊടുത്തു അവൻ്റെ കൂട്ടിന് വേണ്ടി. അതുപോലെ യേശു നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാറ്റിത്തന്നില്ലെങ്കിലും, ഉടനടി പ്രയാസങ്ങൾ നീക്കിത്തന്നില്ലെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. അതുകൊണ്ട് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ യേശുവിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ജീസസ് ദ മാൻ ഫോർ അതേഴ്സ്. ജീസസ് ദ മാൻ ഫോർ അതേഴ്സ്. യേശു ക്രിസ്തു മറ്റുള്ള മനുഷ്യന് വേണ്ടിയാണ്. ഏത് മനുഷ്യൻ്റെ കൂടെയും കൂടെ നിൽക്കുന്നവനാണ് യേശു. അത് വിജാതിയനെന്നോ സജാതിയനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല. പ്രത്യേകിച്ചും യേശു കൂടെ നിൽക്കുന്നത് ആരുടെ കൂടാണെന്നറിയാവോ? അവഗണിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരാജയപ്പെട്ടവരുടെയും കൂടെ ആയിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആ ആളിൻ്റെ പേര് യേശു എന്നാണ്. തർക്കമില്ലാത്ത കാര്യങ്ങളാണത്. 38 വർഷമായി ബെഥെസ്ദ എന്ന് പറയുന്ന കുളക്കരയിൽ കിടന്ന ഒരു രോഗിയില്ലേ, എത്ര വർഷമാണ് അയാൾ ആരും സഹായിക്കാനില്ലാതെ കിടന്നത്. യേശു വന്നു കഴിഞ്ഞപ്പോഴാണ് അയാൾക്കൊരു മുക്തി ഉണ്ടായതല്ലേ. എത്ര കാലമായിട്ട് അയാൾ കിടക്കുകയാണ് തനിക്ക് രോഗസൗഖ്യം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അവസാനം അത് അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് യേശു വന്ന് ചോദിച്ചു, സൗഖ്യം വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞു? എന്നെ എടുത്തിടാൻ ആളില്ല, എന്നെ സഹായിക്കാൻ ആളില്ല, അത് എനിക്കിനിയും വേണ്ട. പക്ഷെ ആ വേണ്ടാന്ന് പറഞ്ഞ ആളിന് സൗഖ്യം കൊടുത്ത് പറഞ്ഞു വിട്ട ഒരാളാണ് യേശു. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. നമ്മളോടെല്ലാം ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതെ, വ്യഭിചാരത്തിൽ കുടുക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശുവിന് വേണേ മുഖം തിരിക്കാമായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരു സ്ത്രീയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് യേശുവിൻ്റെ ഇടപെടൽ മാത്രമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എപ്പോഴൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്? ആരും തിരിഞ്ഞു നോക്കാതെ ഇരുന്ന കുഷ്ഠരോഗിയെ
ക്രിസ്തുവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സൗഖ്യദാനത്തിലേക്ക് വരുന്നത്. യേശു ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആളാണ്. അത് പരാജയപ്പെട്ടവരെ പോലും, ചില തെറ്റുകൾ സംഭവിക്കുന്നവരെ പോലും യേശു ചേർത്ത് പിടിച്ച് നിർത്തും. അങ്ങനെ ചെയ്തുകൊണ്ടാണ് യേശുവിനെ പറ്റി ആൾക്കാർ പറഞ്ഞത് ഇവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണെന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കളിയാക്കിയത്. പക്ഷെ യേശു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവർക്കൊരു ട്രാൻസ്ഫോം ഉണ്ടാകാൻ വേണ്ടിയാണ്, ഒരു മനസ്സാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചേർത്ത് പിടിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ പരാതിയുമായി പലപ്പോഴും പരീക്ഷന്മാർ വന്നിട്ട് യേശു അവരെയൊക്കെ ചേർത്ത് പിടിച്ചതായിട്ടാണ് കാണുന്നത്, അല്ലേ? ശ്രദ്ധിച്ചാൽ ശാബത്തിൽ വിളഭൂമിയിൽ കൂടി നടന്നുപോയ ശിഷ്യന്മാർ വിശന്നപ്പോൾ കതിരൂരി ഭക്ഷിച്ചു. പരീക്ഷന്മാർ കണ്ടിട്ട് വരെ വിമർശിച്ചു, ഇതെന്താ ഇവർ ചെയ്യുന്നത്? ശാബത്തിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. യേശു അവരുടെ സപ്പോർട്ടിൽ നിന്ന് എന്താ കാര്യം? തൻ്റെ ശിഷ്യന്മാർ ചെയ്തത് തെറ്റാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുന്നവർക്ക് വിശന്നാൽ അത് പറിച്ചു തിന്നാനുള്ള അനുവാദം യഹൂദ നിയമപ്രകാരമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ കൂടെ പോയാലും കായ്കനികളുള്ള ഇടത്തൂടെ പോയാലും അവർക്ക് വിശന്നാൽ പറിച്ചു തിന്ന് വിശപ്പടക്കാനുള്ള നിയമം യഹൂദ മതത്തിലുണ്ട്. പക്ഷെ ഇവർ ചെയ്തത് തെറ്റെന്ന് പറയുന്നത് അത് ശാബത്തിൽ ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. യേശു അതിന് മറുപടി ചോദിച്ചു. ദാവീദ് എന്താ ചെയ്തത്? അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു, തൻ്റെ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതിനെപ്പറ്റി ഒരു ഫിലോക്കാലിയ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്നും എനിക്കൊരു വായന കിട്ടിയത്, ഈ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്നവർ ആരാ? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി ബോധമുള്ളവരുമാണ് ഒരു മനുഷ്യൻ്റെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്നത്. എന്നാൽ ആ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി ബോധമില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നിരസിക്കുന്നവരായിട്ടുള്ള മനുഷ്യർ ഒരുവൻ്റെ സന്തോഷങ്ങളിൽ കൂടെ നിന്നിട്ട് അവൻ്റെ സങ്കടങ്ങളിൽ അവനെ ഉപേക്ഷിക്കുക മാത്രമല്ല, സങ്കടങ്ങളിൽ ഉപദ്രവിക്കുന്നവരുടെ കൂടെ ചേർന്ന് അവനെ ഉപദ്രവിക്കുകയും ചെയ്യും. അതാരാ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരസിക്കുന്നവർ. അപ്പം നിങ്ങൾ ആരാണെന്ന് നമ്മൾ ആരാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലേ? സങ്കടങ്ങളിൽ ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവർ അവൻ്റെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കും, പക്ഷേ അവൻ്റെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവനെ ഉപദ്രവിക്കുന്നവരോടുകൂടെ ചേർന്ന് അവനെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്യും. യേശു പക്ഷേ അങ്ങനെയല്ല. യേശു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആരെയും കൈവിടുന്ന ഒരാളല്ല യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സ്ത്രീക്ക് വലിയ സങ്കടങ്ങൾ വന്നു. ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം. ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ പരീക്ഷയിൽ ഈ സ്ത്രീ വിജയിച്ചു. ദൈവം നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ 4 തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവികമായൊരു ഉപേക്ഷിക്കലുണ്ടാകും. അത് പക്ഷേ അത് ക്രിസ്തുവിനുണ്ടായൊരു ഉപേക്ഷിക്കലാണ്. ക്രിസ്തു തന്നെ പറയുന്നില്ലേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:46, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താണ്? ദൈവം പോലും യേശുവിനെ ഉപേക്ഷിച്ചു. അതെന്തിനു വേണ്ടിയാണ് ഉപേക്ഷിച്ചത്? ദൈവികമായൊരു ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യേശുവിനെ ദൈവം ഉപേക്ഷിച്ചത് മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നത് ആ ഉപേക്ഷിക്കലിലൂടെ മറ്റു മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും. ജോസഫിനെ ദൈവം കൈവിട്ടു ചില സന്ദർഭത്തിൽ, ഇല്ലേ? പക്ഷെ ജോസഫിനെ കൈവിട്ടു. ജോസഫ് പൊട്ടക്കിണറ്റി വീണു, അവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ അവിടുത്തെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെയും മക്കളുടെയും ഒക്കെ ക്ഷാമകാലത്ത് സഹായിക്കാൻ സാധിച്ചു. ചില ഉപേക്ഷിക്കലുകളൊക്കെ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഒരു ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് ചില പരീക്ഷണങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടു പോകുന്നതാണ്. ആ പരീക്ഷണങ്ങൾ, ജോബിന് പരീക്ഷണം ഉണ്ടായതിൽ കൂടി ജോബ് കൂടുതൽ ധൈര്യശാലിയായി മാറി. പരീക്ഷണങ്ങൾ എന്തിനാ? ദൈവവിശ്വാസം കരുത്താർജിക്കാൻ വേണ്ടിയാണ്, ദൈവവിശ്വാസത്തിൽ കരുത്തുണ്ടാകാൻ വേണ്ടിയാണ്.
നമ്മുടെ ഉപകാരി ആരാണെന്ന് തിരിച്ചറിയുന്നത് പരീക്ഷണത്തിലാണ്. നമുക്ക് ആരാണ് ഉപകാരം ചെയ്യുന്നതെന്ന് കൃത്യമായി മനസ്സിലാകുന്നത് ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലാണ്. കൂടുതൽ കരുത്താർജിക്കാൻ വേണ്ടിയുള്ളതാണ് പരീക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പം ഈ ജോബിൻ്റെ പരീക്ഷണങ്ങളിൽ ജോബ് കൂടുതൽ ധൈര്യമുള്ളവനായി മാറി. പരീക്ഷണങ്ങൾ കൂടുതൽ നമ്മളെ ധൈര്യമുള്ളവരാക്കി മാറ്റുകയാണ്. യോസഫിൻ്റെ കാര്യത്തിൽ പരീക്ഷണം ആത്മനിയന്ത്രണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ പരീക്ഷണങ്ങൾ ധൈര്യമുണ്ടാക്കുവാനും ആത്മനിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മൂന്നാമതൊരു പരീക്ഷണം ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ വാത്സല്യത്തോടുള്ള തിരുത്തലുകൾക്ക് വേണ്ടിയാണ്. നമ്മളെ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. പൗലോസ്ലീഗയ്ക്ക് ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അതൊരു തിരുത്തലിൻ്റെ ഭാഗമാണ്, അല്ലേ? ദമസ്കോസ് സംഭവമുണ്ട്. അതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചും കൊരിന്ത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. 2 കൊരിന്ത്യർ 12 അധ്യായത്തിലൊക്കെ വരുമ്പം അദ്ദേഹം പറയുന്നത്, എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം, ആ ശൂലം എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു ദൂതനാണ്. അതെന്തിനാ തന്നെന്നാ പറയുന്നത്? വെളിപാടുകളുടെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അതൊരു പരീക്ഷണമാണ്. ചില സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത് ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. വെളിപാടുകളുടെ ആധിക്യത്തിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ഒരു സങ്കടം കൊടുത്തു. ദൈവം ചില സങ്കടങ്ങളൊക്കെ തരുന്നത് നമ്മളെയൊക്കെ താഴ്മ പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പം ആവർത്തന പുസ്തകം 8 അധ്യായത്തിലേക്കൊക്കെ വരുമ്പം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി 40 വർഷം നടത്തിക്കൊണ്ടു പോയത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്? അവരെ താഴ്മ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിന്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു. ഇസ്രായേലിൻ്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയേണ്ടതിനും അവനെ താഴ്മ പഠിപ്പിക്കേണ്ടതിനും വേണ്ടിയാണ് 40 വർഷക്കാലം അവിടെ കൂടെ കൊണ്ടു നടന്നെന്നാണ് പറയുന്നത്. അപ്പം ചില പരീക്ഷണങ്ങൾ നമ്മളെ തിരുത്തലിന് വേണ്ടിയാണ്. പക്ഷെ അത് പൗലോസ്ലീഹയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പൗലോസ്ലീഹ അതുകൊണ്ട് പറയുന്നത്, ഞാനതിൽ സന്തോഷിക്കുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതയിൽ സന്തോഷിക്കുകയാണ്. ആ ഒരു രോഗം എനിക്ക് സന്തോഷമാണ്. അതിൻ്റെ കാരണം എന്താണ്? ആ രോഗം വന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ സാധിക്കും. അതാ അതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ ബലഹീനത എനിക്കുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ എനിക്ക് സാധിക്കുന്നത്. ഇപ്പം ചില ബലഹീനതകളൊക്കെയും ചില സങ്കടങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് നിറയാൻ വേണ്ടിയുള്ളതാണ്. അതിനെ വേണമെങ്കിൽ ഗ്ലോറിയസ് വീക്ക്നെസ് എന്ന് പറയാം. ചില വീക്ക്നെസ്സൊക്കെ ഗ്ലോറിയസ് ആയി മാറും, അല്ലേ? അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ? ചില സങ്കടങ്ങളൊക്കെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലെ? മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്. ദൈവം ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമ്മളെ കൂടുതൽ ശക്തീകരിക്കാൻ വേണ്ടിയാണ്. ട്രയൽസ് ആർ സെൻറ്റ് നോട്ട് ടു ഡിസ്ട്രോയ് യു. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, പിന്നെന്തിനാ? ബട്ട് ടു ബ്രിങ് സ്പിരിച്വൽ പ്രൊമോഷൻ. ഒരാത്മീകമായ ഒരു പ്രൊമോഷൻ നൽകാൻ വേണ്ടിയാണ് ചില സങ്കടങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നത്, ട്രയൽസുകൾ തരുന്നത്. അപ്പോൾ അതിൽ കൂടി നമുക്കൊരു ആത്മീകമായ ഉയർച്ച ഉണ്ടാകും. പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ 4-മത്തെ ഒരു തിരുത്തൽ എന്ന് പറയുന്നത് ഒരു നിരസിക്കലാണ്. കംപ്ലീറ്റ് ഇസ്രായേൽ ജനതയെ പലപ്പോഴും യഹോവ നിരസിച്ചിട്ടുണ്ട്. ആ നിരസ് എന്തിനു വേണ്ടിയാണ്? പശ്ചാത്താപത്തോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയാണ്. പശ്ചാത്താപത്തോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയാണ് നിരസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങളൊക്കെ ദൈവത്തെ കാണുവാനുള്ളൊരവസരമാണ്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ ദൈവത്തെ മുഖാമുഖം കാണാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് എവരി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഗോഡ്.
എല്ലാ സങ്കടങ്ങളും ദൈവമായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയാണ്, ദൈവത്തെ കാണാൻ വേണ്ടിയുള്ളതാണ് എല്ലാ സങ്കടങ്ങളും. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ഹാഗാർ എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ സാറായിയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ മരുഭൂമിയിലേക്ക് അങ്ങ് പോകുകയാണല്ലോ. മരുഭൂമിയിലേക്കൊക്കെ അവൾ പോയി കഴിയുമ്പോൾ ഒരു ദൈവദൂതൻ അവളുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ. ആ ദൈവദൂതൻ അവളുമായിട്ട് കണ്ടുമുട്ട് കഴിഞ്ഞപ്പോൾ അവൾ വലിയ സങ്കടത്തിൽ. അപ്പോൾ അവൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിച്ച്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായത്തിലുള്ളതാണ്. അവിടെ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. യഹോവയെ പറ്റി അവൾ പറയുന്നതാണ്. വലിയ സങ്കടത്തിൽ മരുഭൂമിയിൽ പോയി കിടന്ന ആ സ്ത്രീ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടപ്പോൾ അവൾ പറയുന്നൊരു കാര്യം എന്താണ്? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. നമ്മളെയൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് അവൾ ഉണ്ടായിരുന്ന ആ നീരറിവ് കരികെ ആയിരുന്നേ ആ കിണറിന് അവളൊരു പേര് കൊടുക്കുന്നുണ്ട്. ആ പേര് ബർലഹായി റോയി എന്നാണ്. എൽ റോയി എന്ന് വേണേൽ പറയാം. എൽ റോയി എന്നൊരു പേര് കൊടുത്തു. ആ പേര് എന്തർത്ഥത്തിൽ അവൾ കൊടുത്തെന്നറിയാവോ? നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു, നമ്മുടെ സങ്കടങ്ങളിൽ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ഹാഗാർ പറയുകയാണ്, നീ എന്നെ കാണുന്നു, എന്നെ കാണുന്നവനെ ഞാൻ മുഖാമുഖമായി കണ്ടു. നമ്മളെ കാണുന്നവനെ നമ്മുടെ സങ്കടങ്ങളിൽ മുഖാമുഖമായി കാണാൻ സാധിക്കണം. അപ്പോൾ ഓരോ സങ്കടങ്ങളും ഓരോ പരീക്ഷണങ്ങളും ദൈവത്തെ മുഖാമുഖമായി കാണാനുള്ളതാണ്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ കാര്യത്തിലും ഇപ്പം ഈ കനാനായക്കാരി സ്ത്രീ പരീക്ഷയിൽ ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതൊരു ദൈവത്തോട് വലിയൊരു യുദ്ധം നടത്തി തന്നെയാണ് ജയിച്ചത്. യാക്കോബിൻ്റെ കാര്യത്തിലും അങ്ങനാണല്ലോ. യാക്കോബിൻ്റെ കാര്യത്തിൽ യാക്കോബ് എന്താ ചെയ്തത്? ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയെന്ന് വേണേൽ പറയാം. ദൈവത്തോട് തന്നെ മൽപ്പിടുത്തം നടത്തിയത്. പക്ഷെ ആ യുദ്ധത്തിൽ ദൈവം പോലും തോക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. അന്നേരമാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി അവൻ്റെ തുടക്കി കയറി ഒരു ഉളുക്ക് കൊടുത്തത്. എന്നിട്ടും വിട്ടില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ എന്ന് പറയുന്നത് ദൈവത്തോട് മൽപ്പിടുത്തം നടത്താനുള്ള ഒരു അവസരമാണ്. എങ്ങനെ? ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട്. അവിടെയും അദ്ദേഹം പറയാം, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടിട്ട് മരിച്ചുപോയില്ല എന്നാണ് പറയുന്നത്. ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടിട്ട് മരിച്ചുപോയില്ല. എന്നിട്ട് അവിടെ ഒരു പേര് കൊടുത്തു, പെനിയേൽ എന്ന് പേര് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴത്തേക്ക് രാവിലെയായി. അതിനെ പ്രത്യേകമായി എഴുത്തുകാരൻ പറയുന്നത്, യാക്കോബ് ഇസ്രായേലായി, ഇസ്രായേൽ പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ദൈവത്തെ മുഖാമുഖം കണ്ട് തൻ്റെ ആവലാദികളും വേദനകളും ഒക്കെ ഒരു യുദ്ധത്തിൽ കൂടി അവതരിപ്പിച്ച് അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോവിൻ്റെ ജീവിതം പ്രകാശമുള്ളതായി എന്നതിൻ്റെ അർത്ഥം. പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. യാക്കോവിൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വന്നു. പിന്നീട് ഏശാവിനെ എതിരേറ്റാൻ ചെല്ലുമ്പോൾ കൊല്ലാൻ നടന്ന ഏശാവ് എങ്ങനെ അവനെ സ്വീകരിച്ചെന്ന് ശ്രദ്ധിച്ചേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ തൻ്റെ ജ്യേഷ്ഠനെ കൊല്ലാൻ നടന്ന ജ്യേഷ്ഠനെ കണ്ടപ്പോൾ ജ്യേഷ്ഠൻ പിന്നെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വീട്ടിൽ പോയി വായിച്ചാൽ മതി ഉൽപ്പത്തി പുസ്തകം. കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് കളഞ്ഞു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ. അങ്ങനത്തെ പ്രാർത്ഥനകളാണ് നമുക്ക് ആവശ്യം. സങ്കടങ്ങളിൽ ദൈവത്തോട് മല്ലുപിടിക്കുന്ന പ്രാർത്ഥന അല്ലേ. വേണമെങ്കിൽ ഈ സ്ത്രീക്ക് തിരിച്ചു പോകാമായിരുന്നു. എന്നെ നായ്ക്കുട്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കി എന്ന് പറഞ്ഞ് എൻ്റെ രോഗസൗഖ്യം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എന്നെ എങ്ങനെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ അവൾ പോയില്ല. കാരണം യേശുവിനെ പറ്റി കൃത്യമായ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ആ ബോധ്യമാണ് അനുഗ്രഹം പിടിച്ചു മേടിക്കുന്നതിൽ അവൾ വിജയിക്കാൻ കാരണം. ദൈവത്തെപ്പറ്റി കൃത്യമായ ബോധ്യം. അപ്പം നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ
സങ്കടത്തോടും പശ്ചാത്താപത്തോടും വിനയത്തോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഒരു പ്രാർത്ഥന നടത്തിയാൽ ദൈവം അത് ശ്രദ്ധിക്കാതിരിക്കത്തില്ല. യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കാര്യം അതായത് മെഴുകുതിരി കത്തിക്കുന്നതിനെ പറ്റി എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോയി മെഴുകുതിരിയൊക്കെ കത്തിക്കത്തില്ലേ? പള്ളിയിലൊക്കെ നിങ്ങൾ മെഴുകുതിരി കത്തിക്കത്തില്ലേ? അത് നല്ലതാണ് മെഴുകുതിരി കത്തിക്കുന്നത്. ആ മെഴുകുതിരി കത്തിക്കുന്നത് എന്തിനാണെന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ചങ്ക് തകർന്നവിടെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് എന്തിനാണ്? ഒരു പള്ളിയുടെ ചുവരിൽ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പോയൊരു പള്ളിയിൽ, ഇവിടെങ്ങുമല്ല, വേറൊരു സ്ഥലത്ത് പോയി നടത്തിയ ഒരു പള്ളിയിൽ അതിൻ്റെ ചുവരിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മെഴുകുതിരി കത്തിക്കുന്നതിനെ പറ്റി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന ഇതാണ്: പ്രഭോ, എൻ്റെ തീരുമാനങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ഈ മെഴുകുതിരി പ്രകാശപൂർണ്ണമാക്കട്ടെ. നമ്മളൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ദൈവമേ, എൻ്റെ തീരുമാനങ്ങളെയെല്ലാം ഒന്ന് പ്രകാശമാക്കി മാറ്റണം. നമ്മളൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയുമൊക്കെ പ്രകാശപൂർണ്ണമാക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് ചെയ്തു നോക്കിക്കും. വീണ്ടും അദ്ദേഹം പറയുന്നു, ആ മെഴുകുതിരിയുടെ നാളം ഒരു തീയായി വളർന്ന് എൻ്റെ ഉള്ളിലെ അഹങ്കാരം, അഭിമാനം, അശുദ്ധി എന്നിവയെ എരിച്ചു കളയണം. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരങ്ങളും അഹബോധങ്ങളും അശുദ്ധിയുമൊക്കെ എരിഞ്ഞു തീരണം. വീണ്ടും പറയുകയാണ്, ആ പ്രകാശം വലിയൊരു നാളമായി മാറിയിട്ട് അതുവഴി നീ എൻ്റെ ഹൃദയത്തെ ഊഷ്മളമാക്കണം. സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്നെ പഠിപ്പിക്കണം. മെഴുകുതിരി നിസ്സാരമല്ല, ഒരു മെഴുകുതിരി കത്തിക്കും കേട്ടോ. ഇനി എങ്ങനെ മെഴുകുതിരി കത്തിക്കുമ്പോൾ ഓർത്തു, ഒരു മെഴുകുതിരി കത്തിക്കുമ്പം ആ മെഴുകുതിരി കത്തിക്ക് ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെയും നമ്മുടെ വിഷമങ്ങളെയും ഒക്കെ പ്രകാശപൂർണ്ണമാക്കി മാറ്റാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ അഹംബോധങ്ങളും നമ്മുടെ അശുദ്ധികളും നമ്മുടെ അഹങ്കാരങ്ങളും ഒക്കെ എരിഞ്ഞമരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഊഷ്മളമാക്കുവാനും നമ്മളെ കൂടുതൽ സ്നേഹമുള്ളവരാക്കുവാനുമാണ് പ്രാർത്ഥിക്കേണ്ടത്. വീണ്ടും ശ്രദ്ധിച്ചു, മെഴുകുതിരി കത്തിച്ചിട്ട് അവിടെ പോയി കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങയുടെ ആരാധനാലയത്തിൽ എനിക്ക് അധിക നേരം നിൽക്കാൻ ഒക്കുകയില്ല, ചില ജോലിക്കൊക്കെ എനിക്ക് പോകണം. അതുകൊണ്ട് ഈ മെഴുകുതിരി ഇവിടെ വെച്ചിട്ട് ഞാൻ പോകുകയാണ്, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പം നിങ്ങളെ തന്നെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമ്മൾ അനുഗ്രഹകരമായൊരു പ്രാർത്ഥന നടത്തുകയാണ്. ഞാൻ ഈ മെഴുകുതിരി കത്തിച്ചിവിടെ വെക്കുകയാണ്. ഈ മെഴുകുതിരി കത്തിച്ചിവിടെ വെക്കുന്നത് എന്നെ തന്നെയാണ്. എനിക്ക് ഫുൾ ടൈം ഈ ആരാധനയിൽ നിൽക്കാൻ സാധിക്കത്തില്ല, ഞാൻ ജോലിക്ക് പോകുകയാണ്. എൻ്റെ ഒരു അംശം ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുകയാണ്. അപ്പോൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുക. നമ്മൾ നടത്തുന്ന പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻസ് കൂടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണേ. നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മളെല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും, അവർ മാത്രം പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. നിങ്ങളോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പശ്ചാത്താപത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഞാൻ ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 1 ശമൂവേലിൻ്റെ 16:1 ശൗൽ എന്ന് പറഞ്ഞ രാജാവിന് വേണ്ടി ശമൂവേൽ നിരന്തരമായി ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ശൗലിനോട് പറയുകയാണ്, നീ എത്ര കാലം അയാൾക്ക് വേണ്ടി ഇങ്ങനെ വിലപിക്കും? നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. ആരോടാ പറഞ്ഞു? ശമൂവേൽ എന്ന് പറഞ്ഞ പ്രവാചകനോട് പറയുകയാണ്, നീ എത്ര കാലം അയാൾക്ക് വേണ്ടി ഇങ്ങനെ വിലപിക്കും? ഞാൻ നിന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കത്തില്ല. എൻ്റെ കാരണം എന്താ പറയുന്നത്? ശൗൽ പാപം ചെയ്തപ്പോൾ ശൗലിനു വേണ്ടി ശമൂവേലാണ് വിലപിച്ചത്. ശൗലിൽ മനസ്സാന്തരമൊന്നും ഉണ്ടായില്ല. അതാണ് കാരണം. പാപം ചെയ്യുന്ന ആളിനു വേണ്ടി ശമൂവേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ വിലപിച്ചു, പക്ഷെ ശൗലിൽ മാറ്റമുണ്ടായില്ല. മാനസാന്തരം ഉണ്ടാകേണ്ടത് 2 പേർക്കുമാണ്, പ്രാർത്ഥിക്കുന്ന ആളിനാണ്. അത് സങ്കടങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാരോട് നിങ്ങൾക്ക് പറയാം പ്രാർത്ഥിക്കാൻ, പക്ഷേ നമ്മളും കൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ
അനുഗ്രഹം കിട്ടത്തുള്ളൂ. നമുക്കറിയാം യെശയ്യാവെന്ന് പറഞ്ഞ പ്രവാചകൻ ഹിസ്കിയാവെന്ന് പറഞ്ഞ രാജാവിന് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ആ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിസ്കിയാവ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ യെശയ്യാവും പ്രാർത്ഥിച്ചു. രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു അനുഗ്രഹം കിട്ടിയത്. അതായത് ഹിസ്കിയാവ് യെശയ്യാവിനെ ഏൽപ്പിച്ചില്ല പ്രാർത്ഥന. തൻ്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടം വന്നപ്പോൾ തൻ്റെ പ്രവാചകനായി യെശയ്യാവിനെ മാത്രം ഏൽപ്പിച്ചില്ല, മറിച്ച് കരഞ്ഞ് മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വലിയ വിപത്തിൽ നിന്ന്, ആ വിപത്തുകളെയൊക്കെ പറയാൻ എനിക്ക് സമയമില്ല, രക്ഷപ്പെടുകയാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഗ്രാനായക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കണം. അവളുടെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന പേര് നിലവിളി എന്നാണ്. അവൾ നിലവിളിക്കുക ചെയ്ത്. മറ്റൊരെണ്ണം കൂടെ ഞാൻ പറയാം. യെരമ്യാവ് 7-ാം അധ്യായം 16-ാം വാക്യം. യെരമ്യാവിനോട് യഹോവ പറയുകയാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട, ഈ ജനങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയേ വേണ്ട. എന്താ കാര്യം? ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തേയില്ല. ആ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറയാൻ കാര്യം എന്താ? അനുകമ്പ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് യെരമ്യാ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ ജനം തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മനംമാറ്റം നടത്തിയില്ല. തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചു മനംമാറ്റം നടത്തുമ്പം പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുന്നത്, അല്ലേ? ഇവരുടെയൊക്കെ പ്രാർത്ഥന, ഈ പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥന. മോശയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച്, എന്തനുഗ്രഹീതമായ പ്രാർത്ഥനയാണ് മോശയുടെ പ്രാർത്ഥന. മോശ പ്രാർത്ഥിക്കുന്നത് പോലെയൊന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. കാരണം മോശയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച്, മോശ പറയുകയാണ്, എൻ്റെ പേര് നിൻ്റെ ബുക്കിൽ നിന്നങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമോ? നീ എഴുതിയിട്ടുള്ള എൻ്റെ പേര് നിൻ്റെ ബുക്കിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ അവർക്ക് അനുഗ്രഹം കൊടുത്തില്ലേ, എൻ്റെ പേര് നീ നിൻ്റെ ബുക്കിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ. ശ്രദ്ധിച്ച ഒരു സാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയായിരുന്നത് ജനത്തിനു വേണ്ടി. പക്ഷേ ആ ജനം അനുദപിച്ചതുകൊണ്ട് മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്തു. അപ്പം ഗ്രാനായക്കാരി സ്ത്രീയെ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചോ? ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്, സമയം ഇവിടെ വന്നിട്ടുണ്ടായി. അവൾ നടത്തിയ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രത്യേകതയുണ്ട്. ഒരു കൈ കൊണ്ട് അവൾ മോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം മോള് ദൂരെയാണ്. എൻ്റെ ഒരു കൈ കൊണ്ട് അവളെ മകളെ ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കൈ യേശുവിൻ്റെ കയ്യിലേക്കാണ് പോയത്. അപ്പോൾ ഇവളൊരു ചാലകമായി മാറിയെന്നാണ് പറയുന്നത്. യേശുവിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് ഈ ചാലകം വഴി മകളിലേക്ക് അനുഗ്രഹം കൊടുക്കുകയായിരുന്നു. ഒരു കൈ കൊണ്ട് തൻ്റെ മകളെ, ബുദ്ധിമുട്ടുള്ള മകളെ ചേർത്ത് പിടിക്കുകയും മറ്റൊരു കൈ കൊണ്ട് ക്രിസ്തുവിലേക്ക് കൈ നീട്ടി, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, നിൻ്റെ വിശ്വാസം, നിൻ്റെ പ്രാർത്ഥന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങൾ ആ സ്ത്രീക്ക് കിട്ടുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി, വിനയത്തോടുകൂടി പ്രാർത്ഥന നടത്തിയാൽ ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല. എൻ്റെ പരിശുദ്ധമായ ദേവാലയത്തിൽ കണ്ണുനീരോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനകളെ നടത്താം. ദൈവം നിങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കട്ടെ. അല്പം താമസിച്ചാലും അത് ഒരു ഇരട്ടി അനുഗ്രഹത്തിനായിരിക്കും. കാരണം ഡിലേ ബ്രിങ്സ് ഡബിൾ ബ്ലെസ്സിങ്സ്. ഗോഡ് ബ്ലസ്.